ഉപ്പുമാവിലുടയ ബനാന വസ്ത്രശൂന്യനായി. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതു കേട്ട സ്പോട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞോ. പിന്നെ മിനിങ്ങിന്റെ ചന്തിൽ ബൾബ്, പിന്നെ ചന്ദ്രിക ചേച്ചിയുടെ ചതികൾ. മറ്റേ കുഴപ്പമുണ്ടല്ലോ. ഒന്നും പോകാൻ വയ്യാത്തുമ്മല. വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ രശ്മിക മന്ദാനയും വിജയ് ദേവർകൊണ്ടൊന്ന് കണ്ടാ കൊള്ളാറുണ്ട്. വലിയ ആഗ്രഹങ്ങളാണ്. അച്ഛാന്ന് കേട്ടപ്പോ നല്ലതെന്നോർത്തിട്ടു ഇത് കൂടാണ്ട് ട്രോൾ പരിപാടികളുണ്ട്. അതിന്റെ ലാസ്റ്റ് സാധനമുണ്ട്. അമ്മ ചോദിച്ചിട്ടും തന്നില്ല, അമ്മയ നിങ്ങള് മോശം തന്നെ ഇങ്ങനെ പോയാൽ. പല പ്രമുഖരും ഈ പാട്ട് പാടിയിട്ടുണ്ട്. പാടി ഞെട്ടിച്ച പ്രമുഖനാരാണ്? പാടി ഞെട്ടിച്ചതല്ല, അവർ റീൽ ചെയ്ത് ഞെട്ടിയിട്ടുണ്ട്. ഞാൻ കർണാടകത്തിലെ ഒരു ആക്ടറായിട്ടുള്ള രൂപേഷ് ഷെട്ടി എന്ന് പറഞ്ഞ ഒരു ആക്ടർ, തുളു ആക്ടർ. ആള് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. വിശ്വസിക്കാൻ പറ്റില്ല ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് ഞാനത് എടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ ആളും എടുത്തത് പിന്നെയും സ്റ്റോറി ഇട്ടു. അപ്പോൾ അങ്ങനെ കർണാടകത്തിലും കുറച്ച് ആളുകൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ സങ്കടഗാനം ഒന്നുകൂടി. അച്ഛാ കുറച്ച് പൈസ വേണം അർജന്റാ, ജോലിക്കൊന്നും പോകാൻ വയ്യാത്തുമ്മല. പല ഭാഷകളിൽ പലരും പാടിയിട്ട് ഇപ്പൊ പാൻ ഇന്ത്യൻ വൈറലാണ് ഈ പാട്ട്. ഗോവ പോകുവാൻ പ്ലാനില്ല ഇല്ലേ. ഞാൻ വെറുതെ സോഫയിൽ ഇരുന്ന് പാടിയൊരു പാട്ട് ഇത്രമാത്രം പാൻ ഇന്ത്യൻ ലെവലിൽ എത്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആദ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒറിജിനൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു 6 മില്യണോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ആസാമിലുള്ള ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള ബിട്ടു ബാബ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഇതിങ്ങനെ ടൂളിൽ റീമിക്സ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ആളത് ചെയ്തു. പക്ഷെ അത് ആരോ എടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇട്ടു. അവിടെ നിന്നാണ് പിന്നെ ഈ വൈറൽ എന്നുള്ള പരിപാടിയിലേക്ക് എത്തിയത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ പ്രേം, നമസ്കാരം. ഇപ്പൊ തുളുവിലൊക്കെ പാടുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം, ആദ്യം ഒരു ഷോക്കിങ്, പിന്നെ സന്തോഷം. ഇനി ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് കാണണം എന്ന് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ശരിയാവുമെന്ന് അറിയില്ല. കാരണം ഇത് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ രശ്മിക മന്ദാനയും വിജയ് ദേവർകൊണ്ടൊന്ന് കണ്ടാ കൊള്ളാറുണ്ട്. കുറച്ച് പൈസ വലിയ ആഗ്രഹങ്ങൾ എന്തായാലും ഇത്രയായി. ഇപ്പൊ നാദിർഷനെ മനസ്സിൽ കണ്ട് ഗുരുവായി കണ്ട് പാരഡി എഴുതി തുടങ്ങിയ ആളാന്ന് പറഞ്ഞിട്ടു. നാദിർഷയുടെയും സുധീർ പരൂരിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ട് എഴുതുകയും ചെയ്യും, പാരഡി നന്നായിട്ട് പാടുകയും ചെയ്യും. സുധീറായിട്ടും കണ്ട് കോണ്ടാക്ട് ചെയ്തു. നാദിർഷക്ക കണ്ടോന്ന് അറിയില്ല, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. എപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഈ പാരഡി എഴുത്തും അതേപോലെ പാട്ടൊക്കെ? ഇത് ചെറുപ്പം മുതലേ ഉണ്ട്. വീട്ടിൽ പണ്ട് ഒരുപാട് കോമഡി കാസറ്റ് കൊണ്ടുതരും അച്ഛൻ. മാവേലി കൊമ്പത്ത്, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം, അങ്ങനെയുള്ള കാസറ്റുകൾ. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് കേൾക്കും. അതിങ്ങനെ കേട്ട് 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 അവസാനം എപ്പോഴോ ഞാനും തുടങ്ങി. സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പാട്ട് എഴുതുന്ന പരിപാടിയാണല്ലോ. അതെ അതെ. അങ്ങനെ എഴുതിയ വേറൊരു പാട്ട് പാടാം? ഓ തീർച്ചയായിട്ടും. ഞാൻ ഈ അടുത്ത് എഴുതിയൊരു പാട്ട് പാടാം. ഉപ്പുമാവിലുടയാൻ ബനാന വസ്ത്രശൂന്യനായി. അത് ഇപ്പോൾ ഈ വ്ളോഗിങ് ചലഞ്ച് ഉണ്ടല്ലോ, 1 മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിച്ച് തീർക്കുക, അങ്ങനത്തെ പരിപാടി. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ചായക്കടയിൽ നടന്നൊരു സംഭവം. 5 ഫിംഗർ കൊണ്ടും വേഗം പഞ്ചു ചെയ്തു കുഴയായി, കണ്ടു നിന്ന പലരും ചൊല്ലി തിന്നിട്ടഞ്ചു ദിനമായി. എഴുതി പാടിയതിനു ശേഷം എഴുതി അളിച്ചിരിക്കോ? ഞാൻ ചിരിക്കും, ആദ്യം ചിരിക്കും. അതു കേട്ട സ്പോട്ടിൽ വായിൽ നൂൽ പൊറോട്ട ഇട്ട് ചിരിച്ചൊരു മാമൻ വടിയാ. ആൾക്കാരിങ്ങനെ മെസ്സേജ് അയക്കും, നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായതാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ചിരിച്ചു, ഒരുപാട് നന്ദി മെസ്സേജ് വരും. പിരികേറ്റി മിനുട്ടിൽ ഫുൾ തീർക്കുവാ. ഇതാണ് പ്രശ്നം. ഇത് കൂടാണ്ട് ട്രോൾ പരിപാടികളുണ്ടല്ലേ? അത്യാവശ്യം ഉണ്ട്. ആരു പിരികേറ്റി മിനുട്ടിൽ ഫുൾ തീർക്കുവാ. അച്ഛൻ്റെ അമ്മയൊക്കെയുള്ള പാട്ട് ഒക്കെ കേട്ടിട്ട് വീട്ടുകാരെന്താ പറഞ്ഞത്? അമ്മക്ക് സന്തോഷം. വീട്ടിൽ ഇതിൽ ഞാൻ ഈ പാട്ടിൽ പറയുന്ന അച്ഛനും അച്ഛമ്മ ഇപ്പോൾ ഇല്ല, അവർ മരിച്ചുപോയി. പിന്നെ അമ്മ ജാനകി, പിന്നെ 2 ചേച്ചിമാർ ഷൈന ഷൈമ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നീട് ഉണ്ടാകുന്ന അതിൻ്റെ നല്ല നല്ല കാര്യങ്ങളെല്ലാം അപ്പം തന്നെ വിളിച്ച് ഞാൻ പറയും. പിന്നെ അമ്മക്ക് എല്ലാ ദിവസവും വിളിക്കും, ഓരോ പാട്ട് പാടി കൊടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. റെമിൻ്റെ കുറച്ചും കൂടി പാട്ട് കേൾക്കണമെന്നുണ്ട്, പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ്. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. തീർന്നിട്ട് പാട്ട്. അത് പറയുമ്പോൾ ഞാൻ പണ്ട് ചൂടിനെ പറ്റി വേറൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ചൂടിനെ പറ്റി പാട്ടുണ്ടാക്കില്ല. മാസം 2 തീരെ കുറവില്ലടി പെണ്ണ്, കാലത്തും ചൂട് ഉച്ചയ്ക്കും ചൂട് വൈകിട്ടും ചൂട് രാത്രിയിലും ചൂട് AC എങ്ങാൻ നിന്നു പോയാൽ
ഫ്രൈ ഫ്രൈ. അതേപോലെ കുട്ടികൾ ഏറ്റെടുത്ത ഒരു പാട്ടുണ്ടല്ലോ, ഉണ്ട് മിന്ന മിന്നി. അത് പറഞ്ഞാൽ ബേബി ഡോൾ എന്ന് പറഞ്ഞ പാട്ടിന്റെ മലയാളം വേർഷന്റെ ബൾബ് പിന്നെ മിനിങ്ങിന്റെ ചന്തിയിൽ ബൾബ്, നല്ല 9 വാട്ടിന്റെ ബൾബ്, പിന്നെ ചന്ദ്രിക ചേച്ചിയുടെ ചതികൾ, പിന്നെ ചന്ദ്രിക ചേച്ചിയുടെ ചതികൾ. ഇത് സംഭവം ഞാൻ ചെയ്തതെന്ന് വെച്ചാല്, ഇത് പണ്ടത്തെ ഡബ്ബിംഗ് ചാനലുകളിൽ വരും പരസ്പരം ബന്ധമില്ലാത്ത വരികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ചെയ്ത പാട്ട്. പൊന്നീച്ച പാറി കണ്ണിൽ പൊന്നീച്ച പാറി. എന്തെങ്കിലും മനസ്സിലായോ? ഒരു ചായക്കടക്കാരൻ ഒരു ബംഗാളിയായിട്ട് അടിവെക്കുന്ന ഒരു പാട്ടില്ലേ? ഉണ്ട് രാഘവേടം. കടയിലെ രാഘവൻ ചേട്ടനും ബംഗാളി ഭയ്യയും തല്ലായി, തെറിയുടെ കൂമ്പാരം കേട്ടിട്ട് അവിടെ എത്തി ആൾക്കൂട്ടം. കടയുടെ മുന്നിൽ കവുങ്ങിൻ്റെ കുണ്ടിൽ അവരിരുപേരും ചെന്നു വീണു, 2 മേശ തിരിച്ചിട്ടപ്പോൾ. കടയിലെ രാഘവൻ ചേട്ടനും ബംഗാളി ഭയ്യയും തല്ലായി. അതിന്റെ അവസാനത്തിൽ അവർ നല്ല സുഹൃത്തുക്കളാവുന്നുണ്ട്. അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റോറിയാണത്. ആകാശ കുക്കറിൽ വാറ്റി അത് പിന്നെ കന്നാസിൽ മാറ്റി. എന്താണ് ഒരു ആഗ്രഹം? എവിടെ എത്തണം? പാട്ടുകാരനായിട്ട് അല്ലെങ്കിൽ എഴുത്തുകാരനായിട്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? അളവറിയാതവനും ഒരു കമ്പനി. അല്ല, അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നല്ല. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ആളുകൾ കാണണം, ആൾക്കാരെ ഏറ്റെടുക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഉയരത്തിൽ നിന്നൊരു തെങ്ങിൻ്റെ മണ്ടയ്ക്ക് തള പോലുമില്ലാതെ കേറി വന്നു, പിടിവിട്ട് ചെന്നൊരു മടലിൻ്റെ തുമ്പത്ത് വെരുകിൻ്റെ കുഞ്ഞു പോൽ തൂങ്ങി നിന്നു. താഴെ പോയാൽ തവിടും പൊടിയും, മേലെ നിന്നാൽ തളരും കൈയും. കഥയറിയും കുരുവികളോ പൊക്കിളിൽ വന്നിക്കിളിയിട്ടു ആകാശ കുക്കറിൽ വാറ്റി. ഈ കിളികളെ പണ്ട് അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതാണ്. അപ്പം ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ പൊക്കിള് കാണുമല്ലോ. അപ്പോൾ കിളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പേ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവർ പ്രതികാരം കിളി അവിടെ ചെയ്യുന്നതായിട്ടാണ്